അർജുൻ ആയങ്കിയെ 3 ദിവസം പോലീസ് കസ്റ്റഡി കൊടുത്തു. അതിനുശേഷം ഓരോരോ കേസിലേക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡി ചോദിക്കും. മൊത്തം 23ഓളം കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഴയ കേസും പുതിയ കേസുകളൊക്കെ ഉണ്ട്. അർജുൻ ആയങ്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അയാളെ ക്രിമിനലിൻ്റെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ഉള്ള 5 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എല്ലാ ഗുണ്ടകളെയും കേരളത്തിലെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അർജുൻ ആയങ്കി. കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് വരെ മൂവ് ചെയ്യുമ്പോൾ പോലീസ് പിടിക്കാതിരിക്കാൻ എല്ലാ സ്ഥലത്തുമുള്ള ഗുണ്ടകൾ അവരവരുടെ കൈവശമുള്ള കാറുകൾ പ്രൊവൈഡ് ചെയ്യും, ഇയാൾക്ക് സംരക്ഷണം പ്രൊവൈഡ് ചെയ്യും. ഹോട്ടലിൽ എവിടെയെങ്കിലും താമസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലീസ് പൊക്കുമെന്നറിയാം. അതുകൊണ്ട് ഗുണ്ടകളുടെ വീടുകളോ അവർ പരിചയമുള്ള റിസോർട്ടിലൊക്കെയാണ് താമസം. സുഖജീവിതം തന്നെ. സ്വർണം പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ക്രിമിനലുകളുടെ എല്ലാം ആരാധന പാത്രമാണ് അർജുൻ ആയങ്കി. കാരണം അയാളുടെ ഒട്ടി നിന്ന പണം വരും. അതുകൊണ്ട് അവരെല്ലാവരും ഇയാളെ സഹായിക്കും. ഇയാൾക്ക് എവിടെ വേണേലും എങ്ങനെ വേണേലും നീങ്ങാൻ പറ്റും. പോലീസ് അറിയാതെ, സമൂഹം അറിയാതെ ഈ ഗുണ്ടകളുടെ സഹായത്താൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വഴിയൊന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. റൂട്ട് മാറി ഇട റോഡുകളും മറ്റേ കൂടി സംരക്ഷണം ഒരുക്കി എവിടെ വേണേലും പോകാം. അതുതന്നെയാണ് ഇപ്പം കണ്ട എറണാകുളത്ത് നിന്ന് ആളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാറ് ചേട്ടനും മറ്റൊരു ഓടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നി. പക്ഷേ 5-ാം തീയതി കണ്ണൂർ ആളുണ്ട്. കണ്ണൂർ തന്നെ പുള്ളിയുടെ ഒരു കാറും ഇപ്പം പോലീസ് കണ്ടെത്തി. അപ്പം ഒരു മറിമായം, ഒരു മായ പോലെ പുള്ളി നടക്കും. അതാണ് അയാളുടെ ടെക്നിക്ക്. കാരണം എവിടെ നിൽക്കുന്നെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയില്ല. തൃശ്ശൂർ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരുള്ള മൊബൈൽ ഫോണുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, മറ്റു സ്ഥലത്തിൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. തൃശ്ശൂർ ആരെങ്കിലും ഗുണ്ടകളെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ആ മൊബൈൽ ഫോൺ വെച്ചിരിക്കും, അവർ ഓപ്പറേറ്റ് ചെയ്യും. അവിടെ നമ്മൾ ഇയാളുണ്ടെന്ന് കരുതി പോലീസും നമ്മളും അങ്ങോട്ട് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടോ 5-ാം തീയതി കണ്ണൂരെത്തിയ ആളാണ്. അവിടെ എത്തിയ കാറ് അവിടെ വേറെ ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിൻ്റെ അകത്ത് കാർ ഷെഡിൽ മറ്റൊരു കാറിൻ്റെ പുറകിലെ ഒരു മറയാക്കി, ആ ഒരു കാറ് മറയാക്കി അതിൻ്റെ പിന്നാലെ സൂക്ഷിച്ചിരുന്നു. പോലീസ് അത് കണ്ടെത്തി ഇപ്പം പിടിക്കുകയും ചെയ്തു. നമുക്ക് ഇതുപോലെയുള്ള ക്രിമിനലിനെ ഒതുക്കേണ്ട ഒരു ആവശ്യം കേരള പോലീസിനും സമൂഹത്തിനും മന്ത്രിസഭയ്ക്കുമുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇനി ജാമ്യത്തിൽ ഇറങ്ങാൻ പാടില്ല. 21ഓളം കേസുകളുണ്ട്. 21 കേസിനകത്ത് എത്ര കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നമുക്കറിയത്തില്ല. നേരത്തെ പല കേസിലും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആ കേസിൻ്റെ ജാമ്യമെല്ലാം ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ ഒരു കേസിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്തു. ഇന്ന് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ജാമ്യം നിൽക്കുന്ന എല്ലാ കേസുകളും തുടരെ ക്രിമിനൽ കേസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് മറ്റ് ജാമ്യത്തിൽ നിൽക്കുന്ന എല്ലാ കേസിൻ്റെയും ജാമ്യം ക്യാൻസൽ ചെയ്യണം. മറ്റൊരു കാര്യം, ഇയാൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ആരുടെയൊക്കെ അത് പോലീസ് കണ്ടെത്തണം. അത് ശ്രമകരമായൊരു ജോലിയാണ്. ഇയാൾ മൂവ് ചെയ്യുന്ന സമയത്ത് പല മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ ഉടമസ്ഥൻ ആര്, അതിൻ്റെ പൊസസർ ആര്, അത് പണം മുടക്കി സൂക്ഷിച്ചിരിക്കുന്ന ആൾ, ഇയാളുമായിട്ട് അർജുൻ ആയങ്കിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം പോലീസ് ഇനി അന്വേഷിക്കാനുണ്ട്. അതുതന്നെയല്ല, ഇയാൾ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും മെസ്സേജുകളും ഇയാളുടെ സോഷ്യൽ മീഡിയയിലെ ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നത് അതിൽ കൂടെയാണ്. ആ വൈഫൈയുടെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പോലീസിന്. കാരണം അത് ഒരു വയർലെസ് മെത്തേഡിൽ കൂടെ വന്ന് അതൊരു ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് മൊബൈലിൽ വരികയാണ്. അപ്പം വയർലെസ് കൂടെ വരുന്ന ആ വൈഫൈ എവിടെ നിന്നാണ് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും കപ്പക്കാട്ടിൽ ഇയാളുടെ വീട്ടിൽ പരിശോധിച്ചപ്പം അവിടുന്ന് ഇയാൾ ഉപയോഗിക്കുന്ന ഒരു ഐഫോൺ ആയങ്കി ഉപയോഗിച്ചിരുന്നു എന്ന് അറിയാമെങ്കിലും അവിടെ സൂക്ഷിച്ചിരുന്ന ഐഫോൺ ഇപ്പം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയല്ല,
അവിടുന്ന് ഒരു ലാപ്ടോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നതാണോ ഇല്ലയോ ഒന്നും അറിയില്ല. എങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി രഹസ്യമായി ഇയാൾ ഓരോ ജൽപ്പനങ്ങൾ നടത്തി കൂടെയുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുക്കാനും അതേസമയത്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഒക്കെയാണ് ഈ സന്ദേശങ്ങൾ അയക്കുന്നത്. അതിനൊരു ആർത്തി വരുത്തിയേ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് വേണ്ടി ആരാണ് ലൈക്ക് അടിച്ചത്, ആരാണ് സപ്പോർട്ട് ചെയ്തത്, അവരും ഈ കേസിലെ പ്രതിയായി. ആ കേസ് ശിക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രതിയാക്കി റിമാൻഡ് ചെയ്യണം. ആ കേസിൻ്റെ പുറകെ അവർ നടക്കട്ടെ. അതുകൊണ്ട് ഇയാളോട് അസോസിയേറ്റ് ചെയ്ത ലൈക്ക് അടിച്ചവരും ഇയാൾക്ക് വേണ്ടി ജാമ്യത്തിന് വന്നവരും ഇയാൾക്ക് വേണ്ടി പല പല മെസ്സേജുകൾ അയച്ചവരും ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടവരും അത് ധാരാളം ആൾക്കാർ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് അവരെല്ലാം ഈ കേസിനകത്ത് പ്രതിയാക്കണം. ഓരോ സ്ഥലത്തെയും പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു കാര്യം ശ്രദ്ധാപൂർവം പരിഗണിക്കണം. അവരവരുടെ ആ ലൊക്കേഷനിൽ ഉള്ള ക്രിമിനലായിട്ട് ഇയാളുമായിട്ട് സഹകരിക്കുന്നവരെല്ലാം ആ കേസിനകത്ത് പ്രതിയാക്കി കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. ഒരു കൂസലുമില്ലാതെയാണ് ഇത്രയും ഉണ്ടായിട്ടും ആ എങ്കി നിൽക്കുന്നത്. അത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലും നമ്മൾ കണ്ടല്ലോ, ആ പത്രക്കാർ നിൽക്കുമ്പോഴൊക്കെ കണ്ടല്ലോ, അയാൾ ഒരു കൂസലുമില്ല. അയാൾക്കിതൊരു പുത്തരിയല്ല. കാരണം അയാളെ പൊട്ടിക്കൽ നടത്തുന്ന ആളാണ്. സ്വർണം പൊട്ടിക്കലാണ് മെയിൻ ജോലി. അത് നല്ല ധൈര്യമുള്ളവർക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. കാരണം അത് മരണം കണ്ടുകൊണ്ട ഒരു ചേസും മരണം കണ്ടുകൊണ്ടുള്ള ഒരു അടിപിടിയും കുത്തും പിടിവലിയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇയാളെ സ്ഥിരമായി ജയിലിലിടണം. കാപ്പ കേസിനകത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാപ്പ കേസിലെ പ്രതിയായ 6 മാസം ഇയാൾ അവിടെ കിടന്നോളും. മറ്റൊന്ന്, ഓരോ കേസിൻ്റെയും അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുകയും ജാമ്യത്തിരിക്കുന്ന കേസിൽ ഇയാളെ ജാമ്യം ക്യാൻസൽ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ കേസിൻ്റെ ട്രയൽ നടക്കുകയും അത് ഇയാൾക്കെതിരായിട്ട് മൊഴി പറയുന്നവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യണം. കാരണം അതിന് ഈ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഇയാളെ കണ്ടെത്തിയത്, ഇയാളാണ് എന്ന് സംശയം തോന്നിയത്. ആ ഓട്ടോറിക്ഷക്കാരന് ഒരു പബ്ലിക് ഒരാൾ 1 ലക്ഷം രൂപ റിവാർഡ് കൊടുത്തിരിക്കുന്നു. സർക്കാർ റിവാർഡ് കൊടുക്കണം. കാരണം 1-2 പേർക്കല്ല, ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഈ പോലീസിനെ സഹായിക്കുന്നവർക്ക് അവർ തയ്യാറാണെങ്കിൽ അവരെ പേര് ഡിസ്ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം. കേരളം മുഴുവൻ റിവാർഡ് കൊടുക്കുക. ക്രിമിനൽസിൻ്റെ ഒരു ഭയം, അവരെപ്പറ്റി ഒരു ഭയം പൊതുവെ ജനങ്ങൾക്കുണ്ട്. അവരെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ അവർ വന്ന് കൊന്നുകളയും എന്നാണ്. അതങ്ങ് മാറട്ടെ, റിവാർഡ് അങ്ങ് ഡിക്ലെയർ ചെയ്തേ. ഇതുപോലെയുള്ള വിവരങ്ങൾ നൽകുന്ന ആൾക്കാർക്ക് പോലീസിന് അതിന് ഫണ്ടുണ്ട്. ആ ഫണ്ടുകൾ DGPയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ ആ DGPമാരെ അത് അടിച്ചു മാറ്റി എന്നൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പം സീക്രട്ട് ഫണ്ട് പോലീസിനുണ്ട്. ആ ഫണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്രിമിനലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അതിന് വിവരം നൽകുന്ന ആൾക്കാർക്ക് കൊടുക്കണം. ഇപ്പം കഴക്കൂട്ടത്ത് ഒരാൾ ഇപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനിൽ കിടക്കുന്നുണ്ട്. കാരണം അയാൾ കണ്ണാടി ഷാജി വധക്കേസിനകത്ത് സാക്ഷി പറഞ്ഞെന്നാണ്. അതിനുശേഷം ഇയാളെ കൊല്ലാൻ പലരും നടക്കുന്നുണ്ട്, അയാളുടെ കൂടെയുള്ള ഗുണ്ടകൾ. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അയാൾ കൂലിപ്പണിക്കാരനാണ് എങ്കിലും രണ്ട് പേര് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരം 24 മണിക്കൂറും അങ്ങേരുടെ കൂടെയുണ്ട്. അത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും അത് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. അതൊരു നല്ല കാര്യങ്ങളാണ്. രണ്ടാമത് റിവാർഡ് കൊടുക്കണം. കേരളത്തിലെ കാസർഗോഡ്, ട്രിവാൻഡ്രം എല്ലാ ജില്ലകളിലും ഒരു 10 പേർക്കെങ്കിലും ഈ ക്രിമിനലിനെ അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ തരുന്നവർക്ക് അവർക്ക് റിവാർഡ് കൊടുക്കണം. അതുപോലെ തൂഫാൻ വളരെ സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തിന് കഞ്ചാവിൻ്റെയും MDMAയുടെയും ഇൻഫർമേഷൻ നൽകുന്ന ആൾക്കാർക്ക് ചെറിയ റിവാർഡായാലും കൊടുത്തു തുടങ്ങണം. അതും ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവർ ഈ കേസ് പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മേലധികാരിയും ശ്രദ്ധിക്കണം. അവർക്കും റിവാർഡ് കൊടുക്കാം. സീക്രട്ടായിട്ട് റിവാർഡ് കൊടുക്കണം. കാരണം ഇപ്പോൾ അവരുടെ അക്കൗണ്ട് ഇട്ട് കൊടുക്കുക ആരും അറിയില്ലല്ലോ. അവരെ വിളിച്ച് ഒരു നന്ദി പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ടിലിട്ട് ഈ റിവാർഡ് പൈസ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്തായാലും പൊതുവേ ഈ ക്രിമിനൽ ഒതുക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ശാന്തമാകും. ആ ഇഷ്യൂ ഒന്നും ഉണ്ടാകാതെ സമാധാനം ഒരു അന്തരീക്ഷം ഉടനെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് കേരളത്തിലെ ഇപ്പോഴത്തെ മഴ കൊണ്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവിടെ വെള്ളം ഇറങ്ങിപ്പോകാൻ താമസിക്കുന്നു. വെള്ളം ഇറങ്ങിപ്പോകാൻ ചിലയിടത്ത് പെർമനൻ്റായിട്ട് വെള്ളം കെട്ടിക്കിടക്കും. ഒഴുകാൻ മാർഗമില്ല വെള്ളത്തിന്. അതുകൊണ്ട് പൊതുജനങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം.
ഗവൺമെൻറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. ചെറിയ ചെറിയ ഓടകൾ എല്ലാം അടഞ്ഞുപോയി, അത് തുറക്കണം. ചെറിയ ഓടകൾ അല്പം വലുതാക്കി കൊണ്ടുപോകണം. ആരും ഓടകളൊന്നും കയ്യേറാതെ അങ്ങനെ ഒരു മനസ്സ് മലയാളികൾക്കുണ്ടാകട്ടെ. അതുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളൊക്കെ വളരെ മനോഹരമായ ഗ്രാമങ്ങളാണ്. നമ്മുടെ ഇവിടെ എല്ലാം കണ്ടിട്ട് പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങൾ കണ്ട് അമേരിക്കയിൽ പ്രസിഡൻ്റ് മരുമകൻ വന്ന് വളരെ ആഹ്ലാദിച്ചു പോയ കണ്ടത് നമ്മൾ. കാരണം കേരളത്തെ പലരും കണ്ടിട്ടില്ല. ഇന്ത്യയിലുള്ള ജനങ്ങൾ പലരും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഇന്ത്യയിലെങ്ങും നമുക്ക് കാണാൻ ഒക്കില്ല. കാരണം ജീവിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. അതുകൊണ്ട് മലയാളികൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഏകദേശം എന്തുമാത്രം നദികൾ നമ്മുടെ പരിസരത്തൂടെ ഒഴുകുന്നതാണ്. ആ നദിയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം, അത് ആ നദിയിലെ മണലും അല്ലെങ്കിൽ ചെളിയൊക്കെ വാരി നമ്മൾ മാറ്റിയില്ലെങ്കിൽ വെള്ളം നമ്മുടെ കരയിലോട്ട് കയറി ഉറങ്ങും. അത് അങ്ങനെ കരയിലോട്ട് കയറി വരുന്ന വെള്ളം പോകാനും മാർഗമില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ്. കുട്ടനാട്ടിലൊക്കെ വെള്ളം അവിടുത്തെ അവസ്ഥയിലും ഒക്കെ ആ വെള്ളം കെട്ടിത്തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ വെള്ളം ഒഴുകിപ്പോകുന്നത് അത് മുരിക്കൻ്റെ കാലഘട്ടം മുതൽ നമ്മളത് മുരിക്കൻ്റെ ആ കൃഷിരീതിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് തന്നെ മടങ്ങിപ്പോകണം. എങ്കിലേ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം മാറുകയുള്ളൂ. വെള്ളം അവിടുന്ന് കായലിലേക്ക് ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. കര പിടിക്കേണ്ടടുത്ത് കര പിടിക്കണം. നമ്മൾ ഇനിയും പഴയ രീതിയിലുള്ള കൃഷി രീതിയിലേക്ക് നമ്മൾ കുട്ടനാട്ടിൽ മടങ്ങണം. ആധുനിക കൃഷി രീതിയൊന്നും അവിടെ വില പോകില്ല. കാരണം പഴയ രീതിയിലുള്ള കൃഷി രീതിയിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നെല്ല് ഉൽപ്പാദിപ്പിക്കണം. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് കുട്ടനാട്ടിലും അത് പാടനിലങ്ങൾ കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെല്ല് എങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലെങ്കിലും തയ്യാറാകണം എന്ന് തന്നെയാണ് ഇതോടൊപ്പം ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്.